എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പീപ്പിൾ കണക്റ്റിംഗ് അറൗണ്ട് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നോടൊപ്പം ഇരിക്കുന്നത് ഡോക്ടർ മേഴ്സി മാണി. വളരെ കാലം BCM കോളേജിലെ പ്രൊഫസറായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും വിദ്യാഭ്യാസ അനുഭവങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ നാം പങ്കിടുന്നത്. അപ്പോൾ ഡോക്ടർ മേഴ്സി മാണി, പ്രത്യേക സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പയ്യാവൂരാണ്. അപ്പോൾ ഈ പയ്യാവൂരിലാണ് താങ്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയത്. ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ വിദ്യാഭ്യാസം വാസ്തവത്തിൽ തുടങ്ങിയത് കീഴൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അവിടെ നിന്ന് 5ാം ക്ലാസ് വരെ 10 വയസ്സ് വരെ അവിടെ പഠിച്ചതിന് ശേഷം 11ാമത്തെ വയസ്സിൽ 6ാം ക്ലാസ്സിൽ ചേരാനായിട്ട് ഇവിടെ വരികയാണ് ഉണ്ടായത്. ഇവിടെ സേക്രഡ് ഹാർട്ട് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 5 വർഷം ഇവിടെ പഠിച്ചതിന് ശേഷം വീണ്ടും കോട്ടയത്തേക്ക് പോയി. BCM കോളേജിൽ പ്രീ-ഡിഗ്രി മുതൽ BSc വരെ പഠിച്ചു. അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ വിദ്യാഭ്യാസം ചെയ്തു, MSc ചെയ്തു, PhD ചെയ്തു. അതിനുശേഷം ഇപ്പം ഞാനിവിടെ BCM കോളേജിൽ അധ്യാപികയായി. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 8 വർഷമായി. എനിക്ക് 63 വയസ്സുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അന്നത്തെ നമ്മളുടെ ഒരുപക്ഷെ നമ്മളൊക്കെ ഏകദേശം അടുത്ത കാലഘട്ടങ്ങളിൽ ഇവിടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, നമ്മൾ ഇവിടുത്തെ സാധാരണ രീതിയിൽ വള്ളം കിടക്കുകയും അക്കരയ്ക്ക് പോവുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഉണ്ട്, ഓർക്കുന്നുണ്ട്. അന്നൊക്കെ വെള്ളം പുഴയിൽ വെള്ളം അധികം ആകുമ്പോഴത്തേക്കും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ വള്ളത്തെ കയറാവുള്ളൂ. അതുവരെയുള്ള അതിന് താഴെയുള്ള കുട്ടികൾ കയറണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്നെ കഴിഞ്ഞും പ്രായമുള്ളവർ വള്ളത്തെ കയറാതിരിക്കുകയും ഏറ്റവും ചെറുതായ ഞാൻ വള്ളത്തെ കയറുകയും ചെയ്യുമായിരുന്നു. കാരണം 8ാം ക്ലാസ് വരെ എത്തണമെങ്കിൽ നമ്മൾ പഠിച്ചു എത്തണമല്ലോ. അപ്പം പ്രായമുള്ളവർ സത്യത്തിൽ അവരെയാണ് കയറ്റിക്കൊണ്ട് പോകേണ്ടത്. പക്ഷെ ഏറ്റവും ചെറിയ ആൾ ഞാനൊക്കെ വള്ളത്തെ കയറി അക്കരയ്ക്ക് പോയി ക്ലാസ്സിൽ കയറിയിരിക്കുമായിരുന്നു. ഡോക്ടർ മേഴ്സി മാണിയെ കുറിച്ച് പറയുമ്പോൾ മാത്തമാറ്റിക്സിലാണ് അത് ബിരുദവും PhDയും ഒക്കെ. അപ്പോൾ മാത്തമാറ്റിക്സ് നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് തിലകൻ പറയുന്ന പോലെ മാത്തമാറ്റിക്സ് ആണ് ലോകത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞ് സ്വന്തം പുത്രനെ മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടി, അത് സ്ഫടികത്തിലാണ്. അപ്പോൾ മോഹൻലാലാണ് ആ ആക്ടറായിട്ട് അഭിനയിച്ചത്. അപ്പോൾ മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തുമാത്രം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതോടൊപ്പം മാത്തമാറ്റിക്സിന്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ മേഴ്സി മാണി എന്ന് പറയാമോ? പറയാം. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഹൈറാർക്കി ഓഫ് ലേണിങ്ങിൽ ഫസ്റ്റ് മെമ്പറാണ് മാത്തമാറ്റിക്സ്. അതായത് ഏറ്റവും പഠിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ബ്രെയിൻ ആ ഒരു സിറ്റുവേഷൻ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ അതിൻ്റെ ഹൈറാർക്കി അനുസരിച്ച് അതിന് താഴെ പഠിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് മാത്തമാറ്റിക്സിന് വലിയൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മാത്തമാറ്റിക്സ് പഠിക്കാൻ കഴിവുള്ളവർക്ക് മാത്തമാറ്റിക്സ് പഠിക്കാം. മറ്റുള്ള സബ്ജക്ട്സ് സുവോളജി, കെമിസ്ട്രി മുതലായവയും അതുപോലെ സോഷ്യൽ സ്റ്റഡീസ് എനിക്ക് തീരെ പറ്റാത്തൊരു വിഷയമായിരുന്നു. സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ വായിക്കേണ്ടതുണ്ട്. ഞാൻ വായനാശീലം അന്നത്തെ കാലത്ത് തീരെ കുറവുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ എഴുതി മാത്തമാറ്റിക്സ് എഴുതി പഠിക്കുന്നതിലായിരുന്നു താല്പര്യം. അപ്പോൾ പുതിയ പ്രോബ്ലംസൊക്കെ ടീച്ചേഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് തരും. നീ അത് വീട്ടിൽ പോയിരുന്ന് ചെയ്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ അത് വീട്ടിൽ വന്നിരുന്ന് ചെയ്ത് വ്യത്യാസം കൊണ്ട് കാണിച്ച് മറ്റു കുട്ടികൾക്കും അതൊരു മാതൃകയായിട്ട് സാറ് തന്നെ കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ മാത്തമാറ്റിക്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മാത്തമാറ്റിക്സ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 30 വർഷം BCM കോളേജിൽ, അതല്ലേ? അത് വിമൻസ് കോളേജാണ് അല്ലേ? അപ്പോൾ വിമൻസ് കോളേജിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ അനുഭവത്തെ കുറിച്ച് പറയാം. അവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പഠിക്കാൻ ഇത്തിരി വിഷമമുള്ള സബ്ജക്റ്റാണ്. കൂടാതെ നമുക്ക് ഏതൊരു ക്ലാസ് ആണെങ്കിലും ആദ്യത്തെ 5 മിനിറ്റ് മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷമുള്ള മാത്തമാറ്റിക്സ് പഠിക്കാൻ ഏത് മനുഷ്യനും സാധിക്കുകയില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ പാട്ട് മുഖേന, അല്ലെങ്കിൽ ഒരു ചെറിയ പിള്ളേരെ കൊണ്ട് തന്നെ സ്റ്റെപ്സ് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ എന്തെങ്കിലും കുസൃതി ചോദ്യം ചോദിപ്പിക്കുക. അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഓരോ ഈ പറഞ്ഞ പോലെ പുട്ടും പീരയും പോലെയായിരുന്നു ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മാത്തമാറ്റിക്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ ചെയ്തില്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിലേക്ക് എനിക്ക് കയറാൻ സാധിച്ചിരുന്നില്ല. അവരുടെ ഹൃദയത്തിലേക്ക് കയറിയാണ് ഞാൻ അവരെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചത്. ഇപ്പോൾ മാത്തമാറ്റിക്സിന് നമ്മൾക്ക് ടീച്ചേഴ്സ് കുറവുണ്ടോ കൂടുതലുണ്ടോ? ഇപ്പോൾ മാത്തമാറ്റിക്സ് കുട്ടികൾ പഠിക്കുന്നുണ്ടോ? മാത്തമാറ്റിക്സ് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ധാരാളമായിട്ടുണ്ട്. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. പക്ഷെ ആ ടീച്ചേഴ്സിന് ഒരു നാക്ക് വേണം. നാക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. എനിക്ക് ആ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതായത് നമ്മൾ ലീഡർഷിപ്പ് ക്യാമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ പങ്കെടുത്തിട്ടുള്ള ആളാണ്.
അപ്പോൾ ഈ ഗ്രൂപ്പ് ഗെയിംസ് ഒക്കെ ഇടാനൊക്കെ അന്ന് എനിക്ക് പരിശീലനം കിട്ടിയ പോലെ തന്നെ എൻ്റെ ക്ലാസ്സിൽ ഗ്രൂപ്പ് ഗെയിംസ് ഇട്ട് കൊടുക്കാൻ എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് മാത്തമാറ്റിക്സ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് അവർക്കൊരു ഗ്രൂപ്പ് ഗെയിം കൊടുക്കും. അപ്പോൾ ആ ഗ്രൂപ്പ് ഗെയിമിലൂടെ അവർ വീണ്ടും റിഫ്രഷ്ഡ് ആകുമ്പോൾ പിന്നെ മാത്തമാറ്റിക്സ് പറഞ്ഞു കൊടുത്താൽ മണിക്കൂറുകൾ അവർ എനിക്ക് ഉച്ച വരെയോ വേണം മണിക്കൂറുകൾ മാത്തമാറ്റിക്സ് പഠിക്കാൻ അവർ തയ്യാറായിരുന്നു. കാരണം ഇതാണ്, എനിക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഗെയിംസ് ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് ശീലിപ്പിച്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിമൻസ് കോളേജ് എന്ന നിലയ്ക്ക് അവിടെ എല്ലാ കുട്ടികളും ഇല്ല എന്നുള്ളൊരു ആളുകളില്ല. അത് വിമൻസ് കോളേജ് ആകുമ്പോഴത്തേക്കും ഗേൾസ് മാത്രമേ ഉള്ളൂ, മെൻ ഇല്ല. അതുകൊണ്ട് അവർക്ക് എന്ത് സംശയങ്ങളും എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടായിരുന്നു. മറ്റേ ആൺകുട്ടികൾ ഇരിക്കുവാണെങ്കിൽ അവർക്ക് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെ ടീച്ചർ തന്നെ കളിയാക്കിയാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളും അവർക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. അവർക്ക് എന്ത് സംശയം ചോദിക്കാനും അതുപോലെ എന്ത് ആക്ടിവിറ്റി ചെയ്യാനും എന്ത് കലാപരിപാടി അവതരിപ്പിക്കാനും എന്ത് പാട്ട് പാടാനുമുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ മാത്തമാറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ, അതായത് ഏതെല്ലാം ലെവലിലേക്ക് ഇപ്പോൾ PhD ഒക്കെ പഠിച്ച ശേഷം നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ പഠിപ്പിക്കാം. അതല്ലാണ്ട് അതിൻ്റെ കരിയർ ഗ്രോത്ത് എങ്ങനെയാണ്? കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എവിടെയും മാത്തമാറ്റിക്സ് ആവശ്യമാണ്. ഇപ്പോൾ നമ്മളൊരു ക്ലാർക്ക് പണിയാണെങ്കിലും മാത്തമാറ്റിക്സ്, എക്സാമിനേഷന് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും മാത്തമാറ്റിക്സ് ഒരു പ്രത്യേക സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിൽ നമ്മൾ മുന്നേറിയേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. മറ്റ് സബ്ജക്ട്സ് പഠിച്ചതിനേക്കഴിഞ്ഞ് കൂടുതൽ കഴിവ് മാത്തമാറ്റിക്സ് പഠിച്ചവർക്കുണ്ട്. അവർക്ക് ഏത് മേഖലയിലും ഷൈൻ ചെയ്യാനുള്ളതുണ്ട്. ഞാനിപ്പോൾ ആണെങ്കിൽ ഇപ്പം കോർട്ടിൽ ചെന്നാൽ അവിടെ കാണും എൻ്റെ കുട്ടികൾ. അതുപോലെ തന്നെ ഏത് മേഖല നമ്മൾ ചെന്നാലും റെയിൽവേയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്റ്റുഡൻസിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ ഓടി വരും, ടീച്ചറെ അങ്ങനെ അന്ന് പഠിപ്പിച്ച ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് നന്നായി മനസ്സിലായി, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റി എന്നവർ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ സയന്റിസ്റ്റൊക്കെ ആകാനുള്ള ഒരു മാർഗമുണ്ടോ? തീർച്ചയായിട്ടും സയന്റിസ്റ്റ് ആകണമെങ്കിൽ ഒരു മാത്തമാറ്റിക്സിൽ റിസർച്ച് ചെയ്ത് മാത്തമാറ്റീഷ്യൻ ആകണം ആദ്യം. മാത്തമാറ്റീഷ്യൻ ആകാന്ന് പറഞ്ഞാൽ PhD ഒക്കെ ചെയ്യുകയോ, PhD അങ്ങനെ ഒത്തിരി പേര് PhD എടുക്കുന്നുണ്ട്. അപ്പോൾ PhD എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സയൻറ്റിസ്റ്റ് ലെവലിലേക്ക് വളർന്നു വരാനും ഉന്നതമായ ഇപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, പിന്നെ അതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ടീച്ചറായിട്ട് കയറാനും സാറായിട്ട് കയറാനും ഒക്കെയുള്ള കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരു ലെവലിലേക്ക് ഡോക്ടർ മേഴ്സി ശ്രമിച്ചിരുന്നോ? അങ്ങനെ ഒരു ലെവലിലേക്ക് എൻ്റെ കുട്ടികൾ വളർന്നു വരാനായിട്ട് ഞാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോഴത്തേക്ക് അവരോട് ഞാൻ പറയുമായിരുന്നു ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതണം, അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നേരത്തെ നിങ്ങൾ പെൻഷന് പോകുന്നു, ഒരു 58 വയസ്സ് 56 വയസ്സിൽ. അത് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ താങ്കളുടെ പ്രവർത്തന തലം ഒരുപക്ഷെ പെട്ടെന്ന് നിലച്ചു പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? കുറച്ചുകൂടെ നമുക്ക് ചെയ്യാമായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ 56 വയസ്സ് വരെ ഉള്ളൂ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ പരിധി കഴിഞ്ഞിട്ട് നമ്മളെ വിരമിക്കാനായിട്ട് നിർബന്ധിതരാകുകയാണ്. അതേസമയം ഫോറിനിലൊക്കെ അങ്ങനെ നിർബന്ധിതരാവുന്നില്ല. സത്യത്തിൽ 56 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പഠിപ്പീരിന്റെ ഒരു നല്ലൊരു പൊസിഷൻ മെച്ചൂറായിട്ട് വരുന്ന ഒരു സമയത്താണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റിട്ടയർ ചെയ്ത് പോകാന്ന് പറയുന്നത് സത്യത്തിൽ ഒരു നഷ്ടമാണ്. ആർക്ക് നഷ്ടം? ഗവൺമെന്റിന് നഷ്ടമാണ്, കുട്ടികൾക്ക് നഷ്ടമാണ്, സമൂഹത്തിന് നഷ്ടമാണ്. പക്ഷെ നമ്മൾ പോയേ പറ്റുള്ളൂ. നമ്മൾ പോയി. കാരണം കൂടുതൽ ആളുകളുള്ള ഒരു രാജ്യമാണ്, അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ നോക്കി നിൽക്കുന്നു. നമ്മൾ റിട്ടയർ ചെയ്തിട്ട് ആ പോസ്റ്റിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. നമ്മൾ പെൻഷൻ പ്രായം ഉയർത്തിയാൽ അവർ ബഹളം വെക്കും. കാരണം അവർക്ക് കിട്ടേണ്ട ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാൻസുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാനും വിദ്യാഭ്യാസത്തിൽ അവിടെ ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം നമ്മുടെ കേരള മോഡൽ അല്ലെങ്കിൽ ഇന്ത്യ മോഡൽ വിദ്യാഭ്യാസത്തിന് നവീകരണങ്ങൾ വന്നിട്ടുണ്ട്. 2007 മുതൽ 2000 മുതൽ ഇങ്ങനെ പല വിദ്യാഭ്യാസ ബില്ലുകൾ വന്നിട്ടുണ്ട്. അപ്പം കേരളവും കേന്ദ്രവുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മെച്ചവും അല്ലെങ്കിൽ അതിൻ്റെ കുറവുകളെ കുറിച്ചൊന്ന് പറയാമോ? ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ മെച്ചം എന്ന് പറയുന്നത്
നമ്മൾ കുട്ടികളെ അതായത് കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുകയും വിദ്യാഭ്യാസത്തിൽ അവർ മുന്നോട്ട് വരാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഇപ്പം ചെറു ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും അവരൊരു മുട്ടായിയൊക്കെ തിന്നു കഴിഞ്ഞാൽ മുട്ടായി തിന്നതിന് ശേഷം അതിന് കടലാസ് നിലത്തിടുന്നതിന് പകരം നമ്മൾ അവരോട് പറയും മോനെ അത് ആ ബാസ്ക്കറ്റിലേക്ക് ഇടണം എന്ന് പറയാനുള്ള ഒരു ഇത് നമുക്കുണ്ടായാൽ, അല്ലെങ്കിൽ അവരുടെ എറ്റിക്വറ്റ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികളിലും കൂടി നമുക്ക് അവരെ ഒന്ന് കൊണ്ടുപോയി എന്താ പറയണ്ടത് ഉയർത്തി കൊണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫോറിനിലൊക്കെ ചിലപ്പോൾ അവരത് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കിവിടെ ചില ടീച്ചേഴ്സ് അത് ശ്രദ്ധിക്കാറില്ല. അവരിപ്പോൾ കടലാസ് എവിടെ വേണമെങ്കിലും ഇട്ടോട്ടെ, അതിനിപ്പോൾ എന്താ, അല്ലെങ്കിൽ അവിടെ അറ്റൻഡേഴ്സ് ഉണ്ട് അവരത് കൊണ്ട് ഇട്ടോളും. അങ്ങനെയല്ല, നമ്മൾ അവരെ തന്നെ കുഞ്ഞുങ്ങളെ തന്നെ അത് എടുപ്പിച്ച് പരിശീലിപ്പിച്ച് കൊണ്ടുവരുവാണെങ്കിൽ നമ്മളൊരു ക്ലീൻ ഇന്ത്യ ആവാൻ യാതൊരു സംശയവുമില്ല. ക്ലീൻ ഇന്ത്യയും ക്ലീൻ കേരളയും ആകാൻ പറ്റും. നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നല്ല മനുഷ്യരായി തീരാൻ പറ്റും. മൃഗങ്ങളിൽ നിന്ന് ഉയർന്ന നല്ല നല്ല വ്യക്തികളാക്കി തീർക്കാൻ പറ്റും. നമ്മളൊരു പോലീസുകാരനാവുക അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുക എന്നുള്ള ലക്ഷ്യത്തിലല്ല വിദ്യാഭ്യാസം ചെയ്യേണ്ടത്. നമ്മൾ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് നല്ലൊരു വ്യക്തിയാവുക എന്നുള്ളതാണ്. സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. അതിന് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതികൾ പര്യാപ്തമാണോ? നമ്മളത്തെ വിദ്യാഭ്യാസ രീതികൾ പര്യാപ്തമാണ്. പക്ഷെ ടീച്ചേഴ്സൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ നമ്മൾ ആദ്യം ബോധവൽക്കരിക്കണം. അതായത് ടീച്ചേഴ്സിന് നമുക്ക് ഒരു ആദ്യമേ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കുട്ടികളെ എന്നുള്ളത് അവരിപ്പം കുറച്ച് ഇടിയൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെയോ കുറച്ച് തത്ത പോലെ പറയും പോലെ കുറച്ച് കെമിസ്ട്രിയോ കുറച്ച് ഫിസിക്സോ പഠിക്കുന്നതിൽ കാര്യമില്ല. അത് നമ്മൾ സമൂഹത്തിന് ആവശ്യമായ വിധത്തിൽ അവരെ നമ്മൾ മാറ്റി സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് ആവശ്യമാണ്. സമൂഹത്തിന് വേണ്ടി കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളെ വാർത്തെടുക്കേണ്ട ഒരു ആവശ്യകത നമ്മൾ ആദ്യം ടീച്ചേഴ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ BEd പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്കുള്ള എന്താ പറയുക സെമിനാറുകൾ കൊടുക്കുമ്പോഴോ നമുക്ക് അവരെ ബോധവൽക്കരിച്ചിട്ട് അവരിലൂടെ നമ്മൾ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അതെ. അപ്പോൾ പക്ഷേ നമ്മൾ ആ കേരളത്തിൽ വിദ്യാസമ്പന്നരായതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ? കാരണം വിദ്യ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ എളുപ്പകരമാക്കാനുള്ള ഒരു വിദ്യാഭ്യാസമാണ്. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ അത് നമ്മളുടെ മാനവികത വളർത്താനും ഒരു മനുഷ്യനാകാനുമുള്ള ഒരു മാർഗമാണ്. പക്ഷേ നമ്മൾക്കുള്ള ആ മാറ്റങ്ങൾ വളരെ ഇഴകി ആമ പോകുന്നത് പോലെയാണ് നമ്മൾ പോകുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെയുള്ള ക്രൈംസ് വളരെയധികം ഈ കേരളത്തിൽ ഇപ്പം ക്രൈംസ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ക്രൈംസ് വളരെ കൂടുതലാണ്. അതായത് ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അതിൽ നടന്നു പോകുമ്പോഴത്തേക്കും ആ കുട്ടിയല്ലാതെ ഒരു വസ്തു പോലെ വീക്ഷിച്ച് അവനെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ആൺകുട്ടികൾക്കുണ്ട്. അതായത് നമ്മുടെ ആൺകുട്ടികൾ സ്വന്തം പെങ്ങന്മാരെയോ അല്ലെങ്കിൽ പെങ്ങന്മാരെ പോലെ അവരെ കരുതാനുള്ള അല്ലെങ്കിൽ ബഹുമാനിക്കാനുള്ള ഒരു താല്പര്യം അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ടീച്ചേഴ്സാണ്. അല്ലെങ്കിൽ അവർ താല്പര്യം ഉണ്ടാകേണ്ടത് അവരുടെ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കോളേജിൽ നിന്നോ അവരുടെ പെരുമാറ്റത്തിൽ നിന്നോ ഉണ്ടാവേണ്ടതാണ്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വൈകുന്നേരം ആകുമ്പോൾ ഒരു ടൗണിൽ കൂടെ ഒരു സ്ത്രീ തനിച്ച് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തനിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ നമുക്ക് ഏത് രാത്രിയിലും ഏത് പെണ്ണുങ്ങൾക്കും ഏതിലെ വേണമെങ്കിലും പോകാം. പല സിറ്റികളിലും ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമുക്ക് ഏത് സമയത്തും വ്യക്തിയുടെ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ കടന്നു പിടിച്ച് അവിടെ അധിനിവേശം നടത്തുമ്പോഴാണ് നമുക്കിങ്ങനെയുള്ള ക്രൈംസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇപ്പോൾ കുറേ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് കേരളത്തിൽ കുട്ടികൾ കുറയുന്നുണ്ടോ അതോ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ കുട്ടികളുണ്ട്? പക്ഷേ കുറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് BScയിലൊക്കെ 10, 30, 40 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം 3 or 4 കുട്ടികളെ ക്ലാസ്സിലുള്ളൂ. കാരണം ബാക്കിയുള്ള കുട്ടികളെല്ലാവരും UK, യൂറോപ്പ് എന്ന രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുട്ടികൾ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഇതിൽ മാത്രമല്ല മറ്റ് എന്താ പറയണ്ടേ ഷോപ്സിലൊക്കെ നിൽക്കാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ നേഴ്സസായിട്ട് നിൽക്കാനൊന്നും ഇപ്പോൾ ആളില്ല. എല്ലാവരും UK, യൂറോപ്പ് പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മളുടെ സാമ്പത്തികമായിട്ട്
വർഷത്തിലുള്ള വരുമാനത്തെ ആശ്രയിച്ചിരിക്കും. കാരണം ഇവിടെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ജോലി ചെയ്താൽ ഇത്രേ കിട്ടത്തുള്ളൂ. യൂറോപ്പിൽ പോയി ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാർ മേടിക്കാം, അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ മലയാളികള് നമ്മുടെ കേരളത്തിലായിരിക്കുമ്പോൾ ഒരു ജോലിയും ചെയ്യല, അതേസമയം കേരളത്തിന് വെളിയിൽ പോയാലോ അവര് എന്ത് ജോലിയും ചെയ്യും. ആ ജോലി ചെയ്യുന്ന മനോഭാവം നമ്മുടെ കേരളത്തിൽ കാണിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പൈസ അവർക്ക് കയ്യിൽ കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ഇനി നമ്മൾക്ക് ഈ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഏതാണ് ഇപ്പോഴത്തെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ലൈബ്രറിയിൽ റെഫർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാം നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. നമ്മുടെ എന്താ പറയാ ടാബ്ലറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിസർച്ചിന്റെ എല്ലാ റിവ്യൂ അതെല്ലാം നമ്മുടെ വിരൽ തുമ്പിലുള്ളതുകൊണ്ട് അതെല്ലാം നമുക്ക് കിട്ടും. അതൊരു കാര്യം, അത് എന്താ പറയുക റിസർച്ചിനെ പറ്റിയുള്ള ഒരു കാര്യം. എന്നാൽ നമുക്ക് വേണ്ടത് ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മൾ എറ്റിക്വറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റം വരേണ്ടത് ഇവിടെയാണ്. ഏതാണ് നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ കുറച്ചും കൂടി കാര്യക്ഷമമാക്കണം. അതായത് ഇപ്പം പെൺകുട്ടികളെ ബഹുമാനിക്കാൻ ആൺകുട്ടികൾക്ക് തോന്നണമെങ്കിൽ അവർക്ക് അവരുടെ ബോഡിയിൽ ഇന്ന കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പൊ അവര് എന്താ പറയണ്ടേ, ഇപ്പോൾ അമ്മയാകുമ്പോഴത്തേക്കും അവർക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനുള്ള ഒരു അവയവമായിട്ടാണ് അതിനെ എടുക്കേണ്ടത്. ഓരോ അവയവങ്ങളും അപ്പൊ അവരുടെ അവയവങ്ങൾ പോലെ അല്ല പുരുഷന്റെ അവയവങ്ങൾ. അത് ഇന്ന ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ സ്ത്രീയുടെ അവയവങ്ങൾക്ക് ഇന്ന ഫംഗ്ഷൻ ഉണ്ടെന്നും അങ്ങനെ പരസ്പരം മനസ്സിലാക്കുകയും അങ്ങനെ പരസ്പര പൂരിതമായിട്ട് ജീവിക്കുകയും ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യനാണ്, മൃഗമല്ല. മനുഷ്യൻ മനുഷ്യനായിട്ട് നിൽക്കാനും, അതുപോലെ തന്നെ സ്ത്രീകൾ ഭാര്യ ആയിക്കഴിഞ്ഞാൽ അവൾ അവിടുത്തെ തുണി അലക്കാനും അതുപോലെ അവിടുത്തെ ജോലികൾ ചെയ്യാനും അങ്ങനെയായിട്ടുള്ള ഒരു ഉപകരണം മാത്രമല്ല, അവൾ അവിടുത്തെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് അവൾക്ക് തുല്യ പങ്കാളിത്തം കൊടുക്കുകയും അവളെ അവിടെ എന്താ പറയണ്ടേ തുല്യതയോടുകൂടി ആ കുടുംബത്തിൽ അംഗീകരിക്കുകയും ചെയ്യാൻ പുരുഷന് സാധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പക്ഷെ ഒരു കണക്കിന് എനിക്ക് തോന്നുന്നു അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറകളിൽ അവര് ഈ പറയുന്ന പോലെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ കുറേശ്ശൊക്കെ മാറി വരുന്നുണ്ട്, എന്നാലും പോരാ. അപ്പോൾ ഈ വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ 30 വർഷം പിൻവിട്ടിട്ട് അതിൽ സംതൃപ്തിയാണ്. അതായത് ആ ലെവലിൽ നമ്മൾ പഠിപ്പിച്ച കുട്ടികളിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പ് റാങ്കിൽ ഇരിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ടോപ്പ് റാങ്കിൽ ഇരിക്കുന്നത് അറിയാല് IAS IPS ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ഉയർന്ന തസ്തികകളിലേക്ക് വന്നിട്ടുണ്ട് ആൾക്കാർ. ഇപ്പം യൂണിവേഴ്സിറ്റികളിൽ ടീച്ചർമാരായിട്ടുള്ളവരുണ്ട്, എന്നെ കഴിഞ്ഞൊക്കെ ഉയർന്നു പോയിട്ടുള്ള ടീച്ചർമാരായിട്ടുള്ളവരുണ്ട്. ഞാനിപ്പോ കോളേജ് ലെവലിലെ ടീച്ചറല്ലേ ആയിരുന്നു, അവരൊക്കെ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ടീച്ചേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവരെയൊക്കെ അങ്ങനെ ഉയർത്തിവിടാൻ, കുറച്ചു പേരെങ്കിലും ഉയർത്തിവിടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ കളികളിലൂടെ കണക്ക് പഠിച്ചതുകൊണ്ട് അവർക്കൊക്കെ നല്ല ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടുള്ള ഒരു കുട്ടികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളിൽ ആരെങ്കിലുമായിട്ടൊക്കെ ഇപ്പോഴും വിദ്യാർത്ഥികളിലും ബന്ധം അല്ലെങ്കിൽ ഫോൺ വിളിക്കാറ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്? ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട്, അവരെന്നെ ഫോൺ വിളിക്കാറുണ്ട്. എനിക്ക് ചില സങ്കടങ്ങളും ദുഃഖങ്ങളും ഇതിനോടിടയ്ക്ക് ഉണ്ടായപ്പോൾ അവരതിൽ പരിതപിക്കുകയും അതിൽ സങ്കടപ്പെടുകയും അവരെന്നെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മോടുകൂടെ ചെലവഴിച്ച ഡോക്ടർ മേഴ്സി മാണിക്ക് പ്രത്യേക നന്ദി പറയുകയാണ്. വിദ്യാഭ്യാസം നമ്മളുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കി മാറ്റുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത കാലഘട്ടങ്ങളുണ്ടായിരുന്നു. വിദ്യാഭ്യാസം നടത്തുവാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ തന്നെ നമ്മൾ നടന്നു പോകുമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസം നമുക്ക് വിരൽ തുമ്പിലാണ്. കൂടുതലും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്, ഇപ്പോൾ ചാറ്റ് GPT അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് മനുഷ്യൻ്റെ ആ വിദ്യാഭ്യാസത്തെ ഉണർത്താൻ കഴിയണം, എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസം നേടുവാൻ. കാരണം സമയലാഭമാണ് നമ്മൾ ഇവർക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ച ഒരു ഡോക്ടർ മേഴ്സി മാണിക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, അതായത് ഈ റിട്ടയർമെൻറ്റ് സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇപ്പം? അല്ല, ഞാനിപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഇപ്പം ഞങ്ങൾ SKPS എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സിനെയും 12ാം ക്ലാസ്സിനെയും പഠിപ്പിക്കാനായിട്ടൊരു അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞാൻ പോകുന്നുണ്ട്. കൂടാതെ യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ MG യൂണിവേഴ്സിറ്റിയിൽ. അതിന് മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത് വൈകിയ വേളയിൽ അത് തുടങ്ങി.
ഇപ്പോൾ ഒരു 1-1.5 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിന് കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഒരു 2.5 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പൈസ പോലും എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കോർഡിനേറ്റർഷിപ്പ് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എന്താ പറയുക പരിശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് കിട്ടിയാൽ ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇനിയും വളരെ ശക്തമായിട്ടും ആത്മാർത്ഥമായിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അങ്ങേക്ക് കഴിയട്ടെ. അതോടൊപ്പം തന്നെ അങ്ങേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ജീവിതത്തിൽ നമുക്ക് നന്മ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു മഹത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഇനിയും കഴിയട്ടെ. ഇനിയും ഒത്തിരി സമയമുണ്ട്. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.